എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്, അതായത് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നതാണ് മനോരമ ന്യൂസിന്റെ. അതിൽ പറയുന്നത് രാഷ്ട്രീയം സിനിമയെ ബാധിച്ചു, അവാർഡ് പട്ടികയിൽ നിന്ന് പലപ്പോഴും ഒഴിവാക്കപ്പെട്ടു. അവാർഡ് മുടക്കുന്ന ജൂറി അംഗങ്ങളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ സിനിമ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ സിനിമയെ അല്ലെങ്കിൽ എൻ്റെ സിനിമാ ജീവിതത്തിനെ നശിപ്പിച്ചതെന്നും അതിൽ കൂടി എനിക്ക് വരേണ്ട അവാർഡുകളൊക്കെ നിഷേധിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിഷേധിച്ചത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ സ്വയമേ ഉന്നത കുലജാതനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുരേഷ് ഗോപിജി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ, ആ അതുല്യ കലാകാരനെ മികച്ച നടനുള്ള അവാർഡ് കിട്ടുകയും ആ അവാർഡിന് അർഹമായ അല്ലെങ്കിൽ ആ അവാർഡിന് കാരണമായ സിനിമ എന്ന് പറയുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയിൽ അയാൾ കാണിച്ചു വെച്ചിട്ടുള്ള അസാമാന്യമായിട്ടുള്ള ഒരു പ്രകടനത്തിനാണ് അയാൾക്ക് അവാർഡ് കിട്ടിയത്. ഈ വിഷയങ്ങൾക്കെല്ലാം പിന്നാലെ പല സംഘികളും സംഘിമിത്രങ്ങളും സംഘിണികളും എല്ലാം കൂടി കൂട്ടം ചേർന്നുകൊണ്ട് മെഴുകിക്കൊണ്ട് ഇത്തവണത്തെ സംസ്ഥാന അവാർഡുകളെല്ലാം കിട്ടിയിരിക്കുന്നത് ഇക്കാക്കമാർക്കാണ് അല്ലെ കാക്കമാർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു സംഘിപുത്രിയുടെ ഒരു മെഴുകലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ വേടൻ അവാർഡ് കിട്ടിയതിന്റെ പിന്നാലെ ഷിനി മധുസൂദൻ എന്ന് പറയുന്ന വേറൊരു സംഘിപുത്രിയുടെ മെഴുകലും നമ്മൾ കണ്ടു. പിന്നെ ശീതളിസം എന്ന് പറയുന്ന ഒരു ചാനലിന്റെ മെഴുകൽ കണ്ടു. ഇവർക്കൊക്കെ ഏറ്റവും വലിയ വിഷമം ഉണ്ടായത് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയതും അതേപോലെ തന്നെ വേടൻ അവാർഡ് കിട്ടിയതുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷമം ഉണ്ടായത്? കാരണം മമ്മൂട്ടിയുടെ മതം, അയാളൊരു മുസൽമാനാണ്. 2, വേടന്റെ ജാതി, അയാളൊരു പിന്നോക്ക ജാതിയിൽപ്പെട്ടവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള 2 വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും 2 രീതിയിൽ അവാർഡ് കൊടുത്തുകൊണ്ട് ആദരിക്കുമ്പോൾ അത് സമൂഹത്തിലുള്ള മറ്റ് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് സുരേഷ് ഗോപിയെ പോലെയുള്ള ഉന്നത കുലജാതനെന്ന് സ്വയമേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകൾക്ക്, മരവാഴകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ബുദ്ധിമുട്ടുകളെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചില സംഘിപുത്രികൾ കിടന്ന് മെഴുകിയത്. എന്നിട്ട് എന്തായി? ഒന്നുമായില്ല. അവാർഡ് ആരാണോ അർഹിച്ചത് അല്ലെങ്കിൽ ആർക്കാണോ അർഹതപ്പെട്ടത് അവരുടെ അർഹതപ്പെട്ട കരങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അത് വലിയൊരു ആഘോഷമാക്കി സംസ്ഥാന സർക്കാരും അതേപോലെ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകളും അത് സ്വീകരിക്കുകയും ചെയ്തു. കാരണം ഒരു മതസൗഹാർദ്ദത്തിൽ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ ജാതി മതം എന്നുള്ള അതിർവരമ്പുകളെ വെച്ചുകൊണ്ട് ജനങ്ങളെ ഒരുമാതിരി മനുഷ്യരായിട്ട് കാണാതെ അവരൊക്കെ വേറെ തലത്തിൽ നിന്ന് വന്നവരാണെന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയാണ് BJP മുന്നിലേക്ക് വെക്കുന്നത്. അങ്ങനത്തെ അരാഷ്ട്രീയവാദിത്വത്തിനോട് അല്ലെങ്കിൽ അങ്ങനത്തെ അരാഷ്ട്രീയത്തിനോട് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്ന രീതിയും കേരളത്തിലെ സർക്കാർ സമീപിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന രീതിയും ഒക്കെയാണ് ഈ ഒരു അവാർഡിൽ കൂടി നിങ്ങൾ കാണുന്നത്. മികച്ച കഴിവിനുള്ള മികച്ച കലാകാരന്മാർക്കുള്ള അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ നിങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന്റെ പേരിൽ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കൊടുത്തതുപോലെയുള്ള ഒരു അവാർഡല്ല. എന്താണോ അർഹതപ്പെട്ടത്, ആർക്കാണോ അർഹതപ്പെട്ടത് അവർക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്കില്ല. അപ്പൊ ഈ ഒരു വിഷയമായിട്ട് വന്നിരിക്കുന്ന ഉന്നത കുലജാതന്റെ വിഷമമാണ് അയാൾ പറയുന്നത്. അതായത് എൻ്റെ രാഷ്ട്രീയം മൂലം എന്നെ പല ആളുകളും മുതലെടുക്കുന്നു അല്ലെങ്കിൽ എനിക്ക് അവാർഡ് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത്. അല്ലയോ സുരേഷ് ഗോപിജി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു അവാർഡിൽ പരിഗണിച്ചിരിക്കുന്ന ഈ ഒരു വർഷത്തെ സിനിമയാണല്ലോ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഒരു വർഷം അല്ല കഴിഞ്ഞ വർഷത്തെ സിനിമ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ 2-3 വർഷങ്ങൾക്കിടയിൽ നിങ്ങൾ സിനിമാ മേഖലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള നല്ല സിനിമകൾ ഏതൊക്കെയാണ്? ഇനി ഇറങ്ങാൻ പോകുന്ന ഒറ്റക്കൊമ്പൻ, അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില സിനിമകൾ അത് ഇറങ്ങിയിട്ട് പോലുമില്ല. അതിന് മുൻപ് ഇറങ്ങിയിട്ടുള്ള പിന്നെ കാവലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സിനിമകളുണ്ട്. ഇതൊക്കെയാണോ നിങ്ങൾ ഈ പറയുന്ന വലിയ സംഭാവന? നിങ്ങൾ എന്താണ് അതിൽ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്? നിങ്ങൾ വലിയ അഭിനയ കുലപതിയൊന്നുമല്ല, അഭിനയിക്കുന്നുണ്ട് ആവറേജ്. അങ്ങനെയുള്ളൊരു സിനിമയായിട്ടാണോ ഭ്രമയുഗത്തിനെ അവർ തിരഞ്ഞെടുത്തത്? ഒരിക്കലുമല്ല. ഇതിൽ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ അവാർഡ് കിട്ടി. ഞാൻ വലിയ ഉന്നത കുലജാതനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്തേ അവാർഡിന് ആ ഒരു നിശയിൽ അങ്ങേക്ക് കയറിപ്പെടാൻ പറ്റാഞ്ഞത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള സംഘികൾ തന്നെ നിങ്ങൾക്ക് അവാർഡ് തരാത്തത് എന്താ? നിങ്ങൾ അത് ചോദിക്കാത്തത് എന്താ? സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് തന്നെ നിങ്ങൾക്ക് മതിയോ? ഈ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കൊടുത്തപ്പോൾ അതിന്റെ സൈഡിൽ കൂടി എന്തെങ്കിലും ഒരു ചെറിയൊരു അവാർഡെങ്കിലും നിങ്ങൾക്ക് തരാൻ നിങ്ങൾക്ക് പറയാമായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡുകളൊക്കെയും മോശമാണെന്ന് പറയുന്ന ആളുകൾ തന്നെ ആ അവാർഡ് കിട്ടാത്തതിന്റെ വലിയ രീതിയിലുള്ള ഖേദപ്രകടനവുമായിട്ടൊക്കെ രംഗത്തേക്ക് ഇപ്പോൾ വരുന്നൊരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നത്. വല്ലാത്ത കഷ്ടമാണ്. ആൾക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആ വിഷമത്തിനെ കളിയാക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇങ്ങനത്തെയൊക്കെ വൃത്തികെട്ട ചിന്താഗതികളൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നത്. പിന്നെ അത് തന്നെയല്ല, ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നിലേക്ക് പോകാൻ നോക്കുക. കഴിവ് കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിവേറിയാണെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ വേറൊരു വാർത്ത കണ്ടത്, ഈ പൃഥ്വിരാജ് സുകുമാരൻ എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം ആദ്യമായിട്ട് പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അഭിമുഖമാണ്. അതിൽ പറയുന്നത്, തിരക്കഥ നായകനോടും നിർമ്മാതാവിനോടും പറഞ്ഞിരുന്നു, എൻ്റെ രാഷ്ട്രീയം പറയാനല്ല ഞാൻ സിനിമ ചെയ്യുന്നത്. എമ്പുരാന് ശേഷം ആദ്യമായി മനസ്സ് തുറന്ന് പൃഥ്വിരാജ് എന്നാണ് പറയുന്നത്. അയാൾ പറയുന്നത്, അയാൾക്ക് രാഷ്ട്രീയം പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു സോഷ്യൽ മീഡിയയിലോട്ട് എടുത്ത് ഓണാക്കി വെച്ചിട്ട് അയാളുടെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞാൽ മതി. അതവിടെ തീരും, അല്ലെങ്കിൽ അത് അവിടെ കൊണ്ട് തുടരും. എന്നാൽ സിനിമ ചെയ്യുന്നത് എന്തിനാണ്? അത് കലയെ പ്രോത്സാഹിപ്പിക്കാനും അതിൽ കൂടി മറ്റുള്ള ജനങ്ങളെ ജനങ്ങൾക്ക് ഒരു ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ?
ഈ കല എന്ന് പറയുന്നത്, വേടൻ ഉപയോഗിക്കുന്ന റാപ്പ് എന്ന് പറയുന്ന കലാരൂപം, അത് ഈ കൊള്ളരുതായ്മകൾ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇന്നും ഇന്നലകളിലും ഒക്കെ നടന്നിരുന്ന കൊള്ളരുതായ്മകൾ വരച്ചു കാണിക്കാനാണ്. എന്നാൽ സിനിമ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാരൂപത്തിൽ, അങ്ങനെ ഒരു കലയിൽ ഈ പറയുന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. നമ്മുടെ സമൂഹത്തിൽ സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനായിട്ട് സിനിമ ഓക്കെയാണ്. എന്നാൽ ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ളതുമായിട്ടുള്ള കൊള്ളരുതായ്മകൾ സിനിമകളിൽ കൂടി കാണിച്ചു കഴിഞ്ഞാൽ അതിന് സെൻസർ കട്ട്, അതിന് മറ്റു പല പ്രശ്നങ്ങളും, സർട്ടിഫിക്കറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഹാൽ സിനിമ എന്ന് പറയുന്ന സിനിമ, അതിൽ ബിരിയാണി കഴിക്കുന്ന രംഗം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ സംവിധായകനും സംഘവും എല്ലാം ഇപ്പോഴും അതിൻ്റെ പിന്നാലെ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കോടതിയിലൊക്കെ അവർ പോയി കേസുമായിട്ട് ഈ സിനിമയിലെ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ സാധിക്കത്തില്ല, ആ സിനിമയിലെ പല പേരുകളും മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്തേക്ക് വന്നു. ഇതൊന്നും പറ്റില്ല, ഇതിങ്ങനെ തന്നെ റൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവർ രംഗത്തേക്ക് വരുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഇവർക്ക് വേണ്ടത്? കല എന്ന് പറയുന്ന ഒരു സാധനം ലെവലേശം തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത കുറെ ആളുകളാണ് സംഘികളുടെ കൂട്ടത്തിലുള്ളതെന്ന് ഓർക്കുമ്പോൾ കഷ്ടം. നമുക്ക് പൃഥ്വിരാജ് എന്താ പറയുന്നത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഞാൻ അതിൽ അഫക്റ്റഡ് ആകണമെങ്കിൽ ഞാൻ മനഃപൂർവ്വം ഒരു പെർട്ടിക്കുലർ ഉദ്ദേശത്തോടു കൂടി ഞാൻ എൻ്റെ സിനിമ ചെയ്തു എന്ന് ഞാൻ ബോധവാനായിരിക്കണം. അതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്ക് ആ സിനിമയുടെ കഥ എനിക്ക് കേട്ടു, എനിക്ക് കൺവിൻസ്ഡായി. അതിൻ്റെ തിരക്കഥാ രൂപത്തിൽ അതിൻ്റെ നിർമ്മാതാവിനെയും നായക നടനെയും ഒക്കെ പറഞ്ഞ് കേൾപ്പിച്ചു, എല്ലാവരും കൺവിൻസ്ഡായി. അങ്ങനെയാണ് ഞാൻ സിനിമ ചെയ്തത്. ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ എനിക്കുള്ളൂ. അതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആസ് എ ഫിൽം മേക്കർ എൻ്റെ ഫെയിലിയറാണ്. ഞാനൊരിക്കലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ഒരു സിനിമ ഞാൻ ചെയ്യില്ല. കോടികൾ മുടക്കി ഒരു സിനിമ ചെയ്യേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത്. അതിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടാൽ മതി, അതിന് ഇത്രയും വലിയൊരു സിനിമ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആസ് ലോങ് ആസ് ഐ ആം ട്രൂ ടു മൈസെൽഫ്, എൻ്റെ ഉള്ളിൽ എനിക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ എനിക്ക് ആരെയും എനിക്ക് സങ്കടപ്പെടേണ്ട കാര്യമോ ആരെയും ഭയപ്പെടേണ്ട കാര്യമോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കണ്ടില്ലേ, എനിക്ക് സംഘികളെ എന്നല്ല, സംഘികളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ എനിക്ക് പേടിയില്ല എന്നുള്ളത് തന്നെയാണ് പൃഥ്വിരാജ് പറയാതെ അവിടെ പറയുന്നത്. അതായത് ഞാനൊരു സിനിമ ചെയ്യുന്നത് കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിൽ കൂടി എനിക്ക് രാഷ്ട്രീയം പറയേണ്ട ഒരു ആവശ്യകതയൊന്നുമില്ല. സോഷ്യൽ മീഡിയ ഓണാക്കി വെച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എനിക്ക് പറ്റും. എന്നാൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണ്? സിനിമ എന്ന് പറയുന്ന ഒരു കല. ആ കലയെ മറ്റുള്ള ജനങ്ങളിലേക്ക് അവർക്ക് കുറച്ച് കൂടുതൽ ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറക്കുന്നു. ആ സിനിമയുടെ തിരക്കഥ ഞാൻ നായകനോടും തിരക്കഥാകൃത്തിനോടും ഒക്കെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ എനിക്കൊരു സിനിമ, അതായത് എൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ എൻ്റെ ഒരു ഉള്ളിലുള്ള ദേഷ്യം തീർക്കാനായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യകതയില്ലല്ലോ. നായകനാരാണ്? മോഹൻലാലാണ്. മോഹൻലാലിൻ്റെ അടുത്തും പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂരൊക്കെ ഈ ഒരു വിഷയം വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി BJP ഒക്കെ ഇടപെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നമായപ്പോൾ ആന്റണി പെരുമ്പാവൂരൊക്കെ പറഞ്ഞ് മോഹൻലാൽ കഥ പൂർണ്ണമായിട്ടും കേട്ടിട്ടില്ല എന്നാണ്, പിന്നീട് കേട്ടിട്ടുണ്ടെന്നുള്ളൊരു സമ്മേളനത്തിലൊക്കെ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മോഹൻലാൽ എപ്പോഴും ഒന്നും മിണ്ടിയിട്ടില്ല. മോഹൻലാൽ പേടിയാണ്. അതായത് മോഹൻലാലിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി അത് എടുത്തു കളയുമോ എന്നുള്ളൊരു വലിയ പേടി. ആ പേടിയിൽ നിന്നായിരിക്കും മോഹൻലാൽ അവിടെ നിശബ്ദനായത്. പിന്നീട് അതിനുശേഷം മമ്മൂക്കയുടെ ഹവാല ഇടപാടുകൾ, മമ്മൂക്കയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ, മമ്മൂക്കയുടെ മകൻ്റെ വാഹനക്കടത്ത്, പിന്നീട് മമ്മൂക്കയുടെ വീട്ടിലെ റെയ്ഡ്, പിന്നീട് അതിനുശേഷം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഒരു ചാത്തൻ സേവയിൽ കൂടി ചെയ്താണ്. മകനും അച്ഛനും ഒക്കെ വലിയ ഊരക്കൊടുക്കായിട്ട് വരുന്നു. ദുൽഖർ സൽമാനെതിരെ 3-4 കേസുകൾ കോടതിയിൽ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലേക്ക് ഈ കളികൾ കൊണ്ടുപോയി തുടർന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് മോഹൻലാൽ എന്തെങ്കിലും മിണ്ടിയോ? ഒന്നും മിണ്ടിയിട്ടില്ല. കാരണം മോഹൻലാലിന് പേടിയാണ്. ഇവർക്ക് മോഹൻലാലിന് ഒരു തവണ തലകുനിച്ച് കൊടുത്തതാണ് ഇവരുടെ മുൻപിൽ. ആരുടെ മുൻപിൽ? സംഘികളുടെ മുൻപിൽ. പിന്നീട് അതിനുശേഷം എപ്പോഴും ആ തല അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ തല ഉയർത്തി നിൽക്കാനോ മോഹൻലാലിന് മോഹൻലാൽ ആരാണെന്ന് മനസ്സിലാക്കാനോ ഉള്ളൊരു ശേഷിയില്ലാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെ മോഹൻലാലിന് മോഹൻലാലിൻ്റെ വലിപ്പം അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഒരാൾ വന്ന് മെഴുകുന്നത് ഭയങ്കര കരച്ചിലാണ്. എനിക്ക് അവാർഡ് തരുന്നില്ല, എൻ്റെ രാഷ്ട്രീയം വെച്ചിട്ട് എല്ലാവരും കളിക്കുകയാണ്, എൻ്റെ രാഷ്ട്രീയം മോശമാണ്, അല്ലെ എൻ്റെ രാഷ്ട്രീയത്തിനെ വെച്ചുകൊണ്ട് എനിക്ക് തരേണ്ട അവാർഡുകളൊക്കെ നിഷേധിക്കപ്പെടുകയാണെന്നുള്ളത്. ആദ്യം നല്ലൊരു സിനിമ ഇറക്കണം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇപ്പം നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. ആ അഭിനയം നേരെ വന്ന് സിനിമയിൽ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിലെ നിങ്ങൾക്കൊരു നാഷണൽ അവാർഡ് തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇപ്പോൾ വലിയ രീതിയിലുള്ള അഭിനയമാണ്. ഈ താമരയൊക്കെ ഞാൻ വരയ്ക്കും, കുറച്ച് കട്ടിയുള്ള പെയിന്റ് കൊണ്ടുപോകാം, നല്ല കട്ടി വേണം, കട്ടിയില്ലെങ്കിൽ പറ്റില്ലല്ലോ, ഞാൻ താമരയൊക്കെ നന്നായിട്ട് വരയ്ക്കുന്ന ആളാ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രഹസനം റോഡിലേക്ക് ഇറങ്ങി കിടന്നിട്ട്, ഈ പ്രഹസനം അല്ലെങ്കിൽ ഈ ഒരു രീതി തന്നെ സിനിമയിൽ അങ്ങ് തുടർന്നാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടും. ഇടയ്ക്കൊരു പ്രസ്താവന നടത്തിയുണ്ടായി, രാഷ്ട്രീയത്തിൽ വന്നതോടുകൂടി തൻ്റെ സാമ്പത്തികമെല്ലാം ഇടിഞ്ഞു, മക്കളെ വളർത്തണം, മക്കളുടെ കല്യാണമുണ്ട്, എനിക്ക് പണമില്ല, എനിക്ക് സിനിമയിൽ വന്നാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ, എനിക്ക് രാഷ്ട്രീയമേ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഡബിൾ ഫാദർ സിൻഡ്രം പോലെ ആ വാക്കങ്ങ് മാറ്റി.
പിന്നെ നൈസായിട്ട് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് സജീവമായി. ഈ രാഷ്ട്രീയത്തിൽ നടക്കുന്ന, അതായത് BJP യിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെല്ലാം ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടി കളഞ്ഞുകൊണ്ട് എല്ലാം വെള്ള പൂശിക്കൊണ്ട് നടക്കുന്ന രീതിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണല്ലേ ഇവരുടെയൊക്കെ കാര്യം. ഇപ്പോൾ എന്നിട്ട് വന്നിട്ട് കരയുവാണ്, എനിക്ക് അവാർഡ് തരുന്നില്ല, എല്ലാം ജൂറിയുടെ കളികളാണെന്നുള്ളത്. ആ ജൂറിയിൽ ഇരുന്നത് പ്രകാശ് രാജാണ്. പ്രകാശ് രാജ് വേണ്ട രീതിയിൽ തന്നെയുള്ള സ്റ്റേറ്റ്മെൻറ്റും അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. പിന്നെ അതേപോലെ തന്നെ എന്തുകൊണ്ട് ഈ ഒരു അവാർഡിന് മമ്മൂട്ടിയും അതേപോലെ തന്നെ വേടനും ഒക്കെ അർഹരായി എന്നുള്ളതിനെ പറ്റിയും അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു. അല്ലാതെ വെറുതെ ഒരു അവാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ തടി തപ്പിയതൊന്നുമല്ല. അയാൾ കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തുറന്നു പറയുകയും ചെയ്തു എന്നുള്ളൊരു കാഴ്ച കൂടിയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. സംഖ്യകളുടെ കരച്ചിൽ കാണാൻ എന്താ രസം.